ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് സോയാബീനാണ്. സോയാബീൻ ഇതൊരു 150 ഗ്രാമുണ്ട്. നമുക്ക് എത്ര ആളുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇതൊക്കെ ഒരു 5 ആൾക്കൊക്കെ കഴിക്കാം, 5-6 ആൾക്കൊക്കെ കഴിക്കാൻ ഉണ്ടാവും. അപ്പം നമ്മളിത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത് നമുക്ക്, അതായത് നമ്മൾ വരട്ടിയെടുക്കാം. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന് കഴുകി കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി സോയാബീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകിയതാണ് കേട്ടോ ഇത്. ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ ഉപ്പൊന്ന് പിടിക്കും, ഈ മഞ്ഞളൊക്കെ ഒന്ന് പിടിച്ച് വെന്ത് വരട്ടെ. നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കോരി മാറ്റാം. ഇത് കോരി മാറ്റിയിട്ട് ഇത് വെള്ളം കളഞ്ഞോളാം കേട്ടോ. വെള്ളം വേണ്ട നമുക്ക്. നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ മുറിക്കാം കേട്ടോ. ഞാനിത് മുറിക്കുന്നില്ല. ഇതുപോലെ എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മളെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം കിട്ടിയില്ല. ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. പേപ്പർ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വിഷു സ്പെഷ്യൽ സോയാബീൻ ഉലർത്തിയതാണ് കേട്ടോ. കൊലം കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മീറ്റ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലിയാണ്, സോസാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 തക്കാളി എടുത്തുകൊണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാബീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ആദ്യം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ മണമാണ്. നമ്മുടെ സോയാബീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇക്കൊല്ലത്തെ വിഷു സദ്യക്ക് ഇങ്ങനെ ഒരു ഉലർത്തും കൂടെ ഉണ്ടാക്കി നോക്കൂ. സോയാബീൻ ഉലർത്ത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.